മാനേജറിയൽ എക്കണോമിക്സിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മുടേത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജീരിയൽ എക്കണോമിക്സും അതർ ഡിസിപ്ലിൻസിനുമായി ഉള്ള ബന്ധം, അതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ തിയറീസ്, മാനേജീരിയൽ എക്കണോമിക്സ് എക്കണോമിസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് അതർ ഡിസിപ്ലിൻസ്. മറ്റുള്ള ഡിസിപ്ലിൻസിനുമായിട്ട് മാനേജീരിയൽ എക്കണോമിക്സിനുള്ള ബന്ധം, അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സും അതർ ഡിസിപ്ലിൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് മൈക്രോ എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. മാനേജീരിയൽ എക്കണോമിക്സ് യൂസ് മൈക്രോ എക്കണോമിക്സ് കൺസെപ്റ്റ്. മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരുപാട് കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതെല്ലാമാണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർജിനൽ അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്നീ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ളതാണ് മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, മാനേജീരിയൽ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം, മൈക്രോ എക്കണോമിക്സ് പോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ചില മാക്രോ എക്കണോമിക്സ് കൺസെപ്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണ്? നാഷണൽ ഇൻകം കൺസെപ്റ്റ്, ബിസിനസ് സൈക്കിള്, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് മാനേജീരിയൽ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് enables the managers to formulate policies relating to production price, etc. In short, microeconomics helps to improve the quality of business decisions. മൈക്രോ എക്കണോമിക്സ് ബിസിനസ് ഡിസിഷൻസിൻ്റെ ക്വാളിറ്റി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം മൈക്രോ എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെല്ലാമാണ്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾക്കറിയാം, നമ്മൾ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് അതിനെ അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ഡിസിഷൻസും ബിസിനസ്സിൽ എടുക്കുന്നത്. അതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതേപോലെ തന്നെ ഫോർകാസ്റ്റിങ്ങും ട്രെൻഡ് പ്രൊജക്ഷനും മൾട്ടിപ്പിൾ റിഗ്രഷനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സാണ്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജീരിയൽ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി മാത്തമാറ്റിക്സുമായിട്ടുള്ള മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾക്കറിയാം. മാത്തമാറ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് വേരിയസ് എക്കണോമിക് റിലേഷൻഷിപ്പ് ആൻഡ് എംപ്ലോയിങ് ദം ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. ഇതാണ് മാനേജീരിയൽ എക്കണോമിക്സ് മാത്തമാറ്റിക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇനി എന്താണ് മാനേജീരിയൽ എക്കണോമിക്സും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. Accounting is closely related with managerial economics. Accounting is the main source of data regarding the operation and function of the firm. നമുക്കറിയാം, അക്കൗണ്ടിങ് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ഡാറ്റ. ഓപ്പറേഷനെ സംബന്ധിച്ചും ഒരു ഫേമിൻ്റെ ഫങ്ഷൻസിനെ സംബന്ധിച്ചുള്ള മെയിൻ ഡാറ്റ എന്ന് പറയുന്നത് അക്കൗണ്ട്സാണ്. ആ അക്കൗണ്ട്സ് ഉപയോഗിച്ചാണ് നമ്മൾ
വേരിയസ് ഡിസിഷൻസ് എടുക്കുന്നത്. ബിസിനസ് എക്സ്പാൻഷനെ കുറിച്ചും ബിസിനസ്സിൻ്റെ ഫർദറായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം കൂടുതലായിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് റിലേറ്റിംഗ് ടു അക്കൗണ്ട്സ് അല്ലേ, നമ്മുടെ അക്കൗണ്ട്സ് ഡാറ്റയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പ്രോഫിറ്റിലാണോ ലോസാണോ എന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തിയറീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ അല്ലേ. Opportunity cost is the loss of the benefit that could have been enjoyed had a given choice and not been made. നമ്മൾ ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെടുന്ന എന്താണോ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലൊരു 10 രൂപയുണ്ട്. 10 രൂപയ്ക്ക് നമ്മൾക്ക് 2 ആവശ്യമാണുള്ളത്. ഒന്ന് പെന്ന് മേടിക്കണം, അതുപോലെ തന്നെ 10 രൂപയ്ക്ക് ചോക്ലേറ്റ് മേടിക്കണം. ആ 10 രൂപയ്ക്ക് നമ്മൾ പെന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ഒന്ന് മേടിക്കുമ്പോൾ എന്താണോ നഷ്ടപ്പെടുന്നത് അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അത് ഉണ്ടാക്കുന്നതല്ല, നമ്മളൊന്ന് ചൂസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടുന്നതാണ്. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഈക്വൽ ടു റിട്ടേൺ ഓൺ ദ ബെസ്റ്റ് ഓപ്ഷൻ നോട്ട് ചൂസൺ. നമ്മൾ ചൂസ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺ മൈനസ് റിട്ടേൺ ഓൺ ദ ഓപ്ഷൻ ചൂസൺ. ഇതാണ് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം എന്നുള്ളതാണ്. ഇൻക്രിമെൻ്റലിസം ഓർ ഇൻക്രിമെൻ്റൽ reasoning involves estimating the impact of decision alternatives. Two important incremental concept is used in managerial economics is incremental cost and incremental revenue. 2 കൺസെപ്റ്റുകളാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതോട് കൂടിയിട്ട് ഉണ്ടാവുന്ന ടോട്ടൽ കോസ്റ്റ്, പ്രൊഡക്ഷനിലുണ്ടാവുന്ന ടോട്ടൽ കോസ്റ്റിൻ്റെ വ്യത്യാസത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മുടെ ഔട്ട്പുട്ടിലുണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ടോട്ടൽ കോസ്റ്റിലുണ്ടാവുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. ടോട്ടൽ റവന്യൂവിലുണ്ടാവുന്ന ചേഞ്ച് എന്തുകൊണ്ട്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് കൊണ്ട്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, പ്രൈസ് എക്സെട്ര. നമ്മളെ ഔട്ട്പുട്ടിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾക്ക് കച്ചവടം നടക്കുക അല്ലെങ്കിൽ പ്രൈസിൽ മാറ്റം ഉണ്ടാക്കുന്നത്, അതിലൂടെ ഉണ്ടാവുന്ന ടോട്ടൽ റവന്യൂവിൻ്റെ ചേഞ്ചിനെയാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. വൈൽ ടേക്കിംഗ് എ ഡിസിഷൻ, മാനേജീരിയൽ എക്കണോമിക്സ് ആൾവേസ് ഡിറ്റർമൈൻസ് ദ വർത്ത് വെൽനെസ് ഓഫ് ഡിസിഷൻ ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൈൻ ഇൻക്രിമെൻ്റൽ റവന്യൂ ഷുഡ് എക്സിം. അപ്പോൾ ഇൻക്രിമെൻ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ടോട്ടൽ റവന്യൂവിനെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുമെല്ലാം. ഇൻക്രിമെൻ്റ് പ്രിൻസിപ്പൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ തിയറീസ് ഓഫ് കൺസപ്ഷൻ, പ്രൊഡക്ഷൻ, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ ഇൻ ദ തിയറി ഓഫ് പ്രൈസിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. എന്തൊക്കെയാണ് ടൈം പെർസ്പെക്റ്റീവ് എന്നുള്ളത് നോക്കാം. ടൈം പ്ലേസ് ആൻഡ് ഡിസിസീവ് റോൾ ഇൻ എക്കണോമിക് തിയറി, പെർട്ടിക്കുലർലി ഇൻ പ്രൈസിങ്. It was Marshall who introduced the element time in the value theory. He conveyed for market form based on time. There are very short
എ ഡിസിഷൻ ഷുഡ് ബി ടേക്ക് ഓൺലി ആഫ്റ്റർ സ്റ്റഡിയിങ് ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ എഫക്റ്റ് ഓഫ് ദി കോസ്റ്റ് ആൻഡ് റവന്യൂ. പ്രിൻസിപ്പിൾ ഓഫ് ടൈം എഫക്റ്റീവ് എന്ന് പറയുന്നത് ഏതൊരു ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോഴും ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും അത് ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാവണം നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ടൈം പേഴ്സ്പെക്റ്റീവ് പറയുന്നത് ഇതാണ്: ഏത് ഡിസിഷൻസ് എടുക്കുമ്പോഴും ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതല്ലെങ്കിൽ അതെങ്ങനെ ബിസിനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കണം. നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. എന്തൊക്കെയാണ്? Discounting principle help to determine whether an investment proposal is profitable or not. In short, the discounting principle is very useful to capital budgeting decision. നമ്മൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലും ചെറുതാക്കി പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്നുള്ള തിയറി യൂസ് ചെയ്തുകൊണ്ടാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ. അതായത് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നത് കൂടുതലായിട്ടും പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ടാണ്. നെക്സ്റ്റ് ഈസ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ equity margin can be applied in different areas of management. It is used in budgeting. The objective is to allocate resources where they are most productive. Principle of maximum satisfaction എന്നുള്ളതും ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ പ്രിൻസിപ്പിളിനെ അറിയപ്പെടുന്നു. പ്രിൻസിപ്പിൾ ഓഫ് According to this principle, an input should be allocated in such a manner that the value added, the last unit of same all uses. In this way, the principle provides a base for maximum exploitation of all inputs forms. മാക്സിമം പ്രോഫിറ്റബിലിറ്റി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയലിൻ്റെ യൂസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രൂപത്തിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, നമ്മളുടെ ഇൻപുട്ടിൻ്റെ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അലോക്കേറ്റ് റിസോഴ്സസ് വേർ ദേ ആർ മോസ്റ്റ് പ്രൊഡക്റ്റീവ്. നമ്മളെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് എവിടെയാണോ കമ്പനിയിൽ ആ റിസോഴ്സിൻ്റെ മോസ്റ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ളത് അവിടെയാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. എന്താണ് റിസ്കിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി എന്നുള്ളത് നോക്കാം. എവറി ഫേം ഓപ്പറേറ്റ്സ് അണ്ടർ ദ കണ്ടീഷൻ ഓഫ് റിസ്ക് ആൻഡ്, നമ്മൾക്കറിയാം ഏതൊരു ബിസിനസ്സും നടത്തിക്കൊണ്ടുപോകുന്നത് ഒരു റിസ്ക്കും അൺസർട്ടൈനിറ്റിക്കും കീഴിലാണ്. അതായത് ഏതൊരു ബിസിനസ്സിനും റിസ്ക് ഉണ്ടായിരിക്കും, അൺസർട്ടൈനിറ്റി ഉണ്ടായത്. ഇൻ ബിസിനസ് ഡിസിഷൻ ദ എലമെൻറ്റ്സ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടൈൻ ആർ ഇൻക്ലൂഡ്. വൈൽ ടേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ് റിസ്ക് ആൻഡ് അൺസർട്ടൈൻ ഷുഡ് ബി കൺസിഡേർഡ് വിത്ത് എ ഗ്രേറ്റ് കെയർ. ഇൻ അതർ റിസ്ക് അറൈസസ് ഫ്രം അൺസർട്ടൈനിറ്റി about the future and its effect upon a plan action decided upon the present. Principle of risk and uncertainty പറയുന്നത് ഏതൊരു ഡിസിഷൻസിനും അല്ലെങ്കിൽ ഏതൊരു മാനേജറിയൽ ഡിസിഷൻസ് എടുക്കുമ്പോഴും അതിനുണ്ടാവുന്ന റിസ്ക്കും അതിലുണ്ടാവുന്ന അൺസർട്ടൈനിറ്റിയും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നത്. ദ അൺസർട്ടൈനിറ്റി ഇൻഫ്ലുവൻസസ് ദ ബിസിനസ് ഡിസിഷൻ. ബിസിനസ് സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫോർകാസ്റ്റിംഗ് ദ അൺസർട്ടൈനിറ്റി ആൻഡ് മാനേജിങ് പ്രോപ്പർ വേ. നമ്മുടെ ബിസിനസ് ഡിസിഷൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലുണ്ടാവുന്ന അൺസർട്ടൈനിറ്റിയെ മുൻകൂട്ടി കണ്ടെത്തിക്കൊണ്ട് അത് പ്രോപ്പർ വേയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്
എന്തെന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി പറയുന്നത് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നത് ആ ഒരു ഡിസിഷൻസ് കൊണ്ടുണ്ടാവുന്ന റിസ്ക്കും അൺസർട്ടൈനിറ്റിയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ്, നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആഡഡ് റവന്യൂ ആൻഡ് ദ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. റവന്യൂ ഇൻക്രിമെൻ്റൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്തെന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദ തിയറി ഓഫ് കോൺട്രിബ്യൂഷൻ ഈസ് യൂസ്ഫുൾ ഇൻ വെറൈറ്റി ഓഫ് ഡിസിഷൻ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രോഡക്റ്റ് മിക്സ്, സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് പ്രോഡക്റ്റ് ലൈൻ ഡിസിഷൻ. അതായത് കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നത്? സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് മിക്സ്, അതേപോലെ തന്നെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ് ലൈൻ ഡിസിഷൻ, അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഡിസിഷൻ, ഇത്രയും ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്? പ്രോഡക്റ്റ് ലൈൻ ഡിസിഷൻ, ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ സംബന്ധിക്കുന്ന ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത്രയും ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് 7 പ്രിൻസിപ്പിളാണ് പഠിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. എന്തൊക്കെയാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്തെന്ന് എല്ലാം നോക്കാം. ഒരു മാനേജീരിയൽ എക്കണോമിസ്റ്റ്, ഒരു കമ്പനിയുടെ മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോളുകൾ എന്തൊക്കെയാണ്? സെയിൽസ് ഫോർകാസ്റ്റിംഗ് ആണ് ഫസ്റ്റ് അല്ലേ. നമുക്കറിയാം സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽസിനെ, നമ്മളുടെ ഡിമാൻഡിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത്രത്തോളം സെയിൽസ് ഉണ്ടാവും എന്നുള്ളതിനെ ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, നമ്മൾ മാർക്കറ്റ് റിസർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളമാണ് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡിനെ മനസ്സിലാക്കി കൊണ്ടിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രത്തോളം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. പിന്നെ എക്കണോമിക് അനാലിസിസ് ഓഫ് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസ്, നമ്മുടെ കോമ്പറ്റീറ്ററുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാനുള്ള, നമ്മുടെ ഫേമിൻ്റെ ഇൻഡസ്ട്രിയിലെ നിലനിൽപ്പിനെ സാധ്യമാക്കുക എന്നുള്ളതാണ് മറ്റൊരു റോള്. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, റൈറ്റ് ചോയ്സ്, എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും, ബിസിനസ് ഓപ്പറേഷൻ ബ്രിങ് ഫെയർ റിട്ടേൺ ഓൺ ദ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമ്മൾക്ക് എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്താൽ കറക്റ്റായിട്ട് റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതെല്ലാമാണ് മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾക്ക് പഠിക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ റോള് പഠിച്ചു അല്ലേ, നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കും. ഇനി എന്തൊക്കെയാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അദ്ദേഹം ചെയ്യൽ നിർബന്ധമായ ടു അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിസിനസ്. നിങ്ങൾ ഏത് ഫേമിൻ്റെ മാനേജീരിയൽ എക്കണോമിസ്റ്റ് ആണോ ആ ഫേമിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്.
Understand the managerial economics should understand the objectives of the firm and approach adopted by its accomplished objective. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് എക്കണോമിസ്റ്റിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. രണ്ടാമതായിട്ട് പറയുന്നത് ടു ബ്രിങ് എ റീസണബിൾ പ്രോഫിറ്റ് ടു ദി കമ്പനി. കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ടു ബ്രിങ് എ പ്രോഫിറ്റ്, റീസണബിൾ പ്രോഫിറ്റ്. എവറി ഫേം വാണ്ട്സ് ടു ഏൺ സം പ്രോഫിറ്റ്. എ ഫേം ഷുഡ് ക്യാൻ ആഡ്യൂക്കേറ്റ് പ്രോഫിറ്റ് ടു കീപ് ഗോയിങ്. പ്രോഫിറ്റ് ഈസ് ആർ എസെൻഷ്യൽ ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. നമുക്കറിയാം ഒരു ഫേമിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ഫർദർ ഗ്രോത്തും എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതും എക്കണോമിസ്റ്റിൻ്റെ, മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ടു മേക്ക് ആക്യുറേറ്റ് ഫോർകാസ്റ്റ്. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റ് മുൻകൂട്ടി കാണുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഡിമാൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിനെ മുൻകൂട്ടി കാണുക, അൺസർട്ടൈനിറ്റിയെ മുൻകൂട്ടി കാണുക, റിസ്കിനെ മുൻകൂട്ടി കാണുക. ഇതെല്ലാം ഒരു മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ കോൺടാക്ട്സ് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡാറ്റ സോഴ്സസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യം, ബിസിനസ്സിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബിസിനസ് ഫർദർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടാക്ട്സ് നിലനിർത്തുകയും ഡാറ്റ കളക്ട് ചെയ്യുകയും വേണം എന്നുള്ളത് മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ടു കീപ് ദ മാനേജ്മെൻറ്റ് ഇൻഫോംഡ് ഓൾ ദ പോസിബിൾ എക്കണോമിക് ട്രസ്റ്റ്. മാനേജ്മെൻറ്റിന് എല്ലാ തരത്തിലുള്ള എക്കണോമിക് ട്രെൻഡ്സിനെയും മാനേജ്മെൻറ്റിനെ അറിയിക്കുക എന്നുള്ളതും എക്കണോമിസ്റ്റ്. അതായത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നേറ്റമുണ്ടെങ്കിലും അതെല്ലാം തകർച്ചയുണ്ടെങ്കിലും ഷെയർ വാല്യൂ കുറയുന്നുണ്ടെങ്കിലും നമ്മുടെ പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ, പുതിയ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റ്സിൽ നിലവിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റിന് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളതും മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ പ്രോസസ്സ്. നമ്മൾ ഇപ്പം ഫസ്റ്റ് മുതൽ പഠിക്കുന്നതാണ് എന്താണ് ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ മാനേജീരിയൽ ഇക്കണോമിക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്. എല്ലായിടത്തും പറഞ്ഞത് ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് മാനേജീരിയൽ എക്കണോമിക്സ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ്? ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് സെലക്ട് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ടു ഓർ മോർ ഓൾട്ടർനേറ്റീവ് ടു അച്ചീവ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ടു സോൾവ് എ ബിസിനസ് സ്പെസിഫിക് പ്രോബ്ലം. ഒരു ബിസിനസ്സിലുണ്ടാകുന്ന പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ളതായിരിക്കാം. എന്തിനെ സംബന്ധിക്കുകയാണെങ്കിലും ടു ഓർ മോർ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന്, ഇപ്പോൾ ഒരു പെന്ന് നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 2 ഓപ്ഷൻസിൽ നിന്ന് ഒന്നിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രോസസ്സിനാണെങ്കിലും, ഇപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകണം, നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബസ്സുണ്ട്, ബസ്സിൽ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. പ്രൈവറ്റ് ബസ്സുണ്ട്, KSRTC ബസ്സുണ്ട്, അല്ലെങ്കിൽ ട്രെയിനുണ്ട്, അതുമല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കാം. ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിസിഷൻ, ഒന്നിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം 2 or more ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലേ. KSRTC ബസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഉപയോഗിക്കാം, ട്രെയിൻ ഉപയോഗിക്കാം, നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കാം. ഇത്രയും ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമ്മൾ ഏതൊന്നിനെയാണോ സെലക്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മളെ സംബന്ധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിസിഷൻ മേക്കിങ്ങിന് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റെക്കഗ്നൈസ് ദ നീഡ് ഫോർ എ ഡിസിഷൻ. നമ്മളുടെ നീഡ് മനസ്സിലാക്കുന്നുള്ളതാണ്. ഫസ്റ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നീഡ് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ കോഴിക്കോടേക്ക് പോകുക എന്നുള്ളതാണ് നമ്മളെ നീഡ്, അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മളെ നീഡ് അതിനോടൊപ്പം തന്നെ ഇനി അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലംസ് ഓർ ഓപ്പർച്യൂണിറ്റി. നമ്മളുടെ
പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, വേർതിരിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക. ഡിറ്റർമിനേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് തേർഡ് സ്റ്റെപ്പ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് വിൽ ബി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതെ, നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. ലിസ്റ്റ് ഔട്ട് കൺസ്ട്രെയിൻസ്, എന്തൊക്കെയാണ് തടസ്സങ്ങൾ, അല്ലെങ്കിൽ ദ ബിസിനസ് ഓപ്പറേറ്റ്സ് എൻവയോൺമെൻറ്റ് ദർ വിൽ ബി കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസിനെ, തടസ്സങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. ഫസ്റ്റ് നമ്മളെ നീഡ് മനസ്സിലാക്കുക. രണ്ടാമത് അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ്, നമ്മളെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുക. തടസ്സങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്. ഇനിയാണ് നമ്മളുടെ ഓൾട്ടർനേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളെ തടസ്സങ്ങളും നമ്മളെ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഡിറ്റർമിൻ ചെയ്തു. ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ചോയ്സസ് ഉണ്ട് എന്നുള്ളത് അത് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഇനി ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പോൾ 4 ഓൾട്ടർനേറ്റീവ്സ് ആണെങ്കിൽ ആ 4 എണ്ണത്തിനെയും ഇവാലുവേറ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ആ പഠിച്ചതിന് ശേഷം 4 എണ്ണത്തിനെയും പഠിച്ചതിന് ശേഷം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തേത്. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ നീഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മുടെ പ്രോബ്ലം ഡിഫൈൻ ചെയ്യാം. നമ്മളെ നീഡ് മനസ്സിലാക്കി നമ്മളൊരു പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം നമ്മുടെ തടസ്സങ്ങളെ, നമ്മളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ, കൺസ്ട്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓൾട്ടർനേറ്റീവ്സ്, ആ തടസ്സങ്ങളെല്ലാം മാറ്റി ഏതൊക്കെ രൂപത്തിൽ മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുന്നു അല്ലേ. ആ ഓൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എല്ലാ ഓൾട്ടർനേറ്റീവ്സ്, ഇപ്പോൾ 4 ഓൾട്ടർനേറ്റീവ്സ് ആണുള്ളത്, 4 രീതിയിലൂടെ നമ്മൾക്ക് ആ കാര്യം ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ 4 കാര്യങ്ങളോ അല്ലെങ്കിൽ 4 ഓൾട്ടർനേറ്റീവ്സും ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പ്. അതിൽ നിന്ന് ആ 4-ൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തെ. ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് ഏതാണ്, നമ്മളുടെ ടൈം, നമ്മൾക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ്, നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റ് ദ ചൂസ് ഓൾട്ടർനേറ്റീവ്. നമ്മൾ സെലക്ട് ചെയ്ത ആ ഓൾട്ടർനേറ്റീവ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ദ റിസൾട്ട്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ റിസൾട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഫോർവേഡ് പ്ലാനിങ് ആണ്. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഫോർവേഡ് പ്ലാനിങ്. എന്താണ് ഫോർവേഡ് പ്ലാനിങ്? ഫോർവേഡ് പ്ലാനിങ് സിംപ്ലി റെഫേഴ്സ് ടു ദ ഫോർമുലേഷൻ ഓഫ് ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻ. അതായത് ഫ്യൂച്ചർ ബിസിനസ് പ്ലാനിനെ ഫോർമുലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ ടു ക്യാരി ഔട്ട് ദ ഡിസിഷൻ ടേക്കൻ. ഇറ്റ് ഇൻവോൾവ്സ് പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് മാനേജീരിയൽ എക്കണോമിക്സുമായിട്ട് അതർ ഡിസിപ്ലിൻസിനുള്ള ബന്ധം. നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ബന്ധം എന്താണ്, അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അക്കൗണ്ടിങ്, മാത്തമാറ്റിക്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, ഡിസ്കൗണ്ടിങ്, ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ എന്നീ കാര്യങ്ങൾ പഠിച്ചു. ശേഷം ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് പഠിച്ചു, ഫോർവേഡ് പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു. അതിനിടയിൽ എക്കണോമിസ്റ്റിൻ്റെ, മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് പഠിച്ചത്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.